പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ബ്ലഡ് ലൈൻ സ്റ്റോറിയെ സംബന്ധിച്ചാണ്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബിഗ് ബ്രോൺസൺ റീഡ് റോമൻ റീൻസിൻ്റെ നേതൃത്വത്തിലുള്ള ബ്ലഡ് ലൈനെ ആക്രമിക്കാൻ വേണ്ടി സോളോ സിക്കോവയുടെ ബ്ലഡ് ലൈനിൻ്റെ കൂടെ ചേരുന്നതും സർവൈവർ സീരീസിലെ മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ സോളോയുടെ 5ാമത്തെ മെമ്പറായിക്കൊണ്ട് ടീമിലേക്ക് ബിഗ് ബ്രോൺസൺ റീഡ് കയറി വരുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ഇതിനുശേഷം എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്ന ഒരു സ്റ്റോറി, സ്മാക്ഡൗണിൻ്റെ അവസാനം റോമൻ റീൻസ് ഫോണെടുത്ത് പോൾ ഹേമനെ വിളിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ നമ്പർ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളൊരു മറുപടി കേട്ടതിന് ശേഷമുള്ള പോൾ ഹേമൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്തായിരിക്കും എന്നുള്ള തലത്തിലാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി ഇന്നലത്തെ ഒരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു പാർട്ട് 2 ആണെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു വരുന്നത് പോൾ ഹേമൻ്റെ സ്റ്റോറിയെ സംബന്ധിച്ചാണ്. പോൾ ഹേമൻ്റെ തിരിച്ചുവരവിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് സ്റ്റോറിയെ സംബന്ധിച്ചാണ്. അതിലെ ആദ്യ ഭാഗം ഇന്നലെ കവർ ചെയ്തു. രണ്ടാമത്തെ ഭാഗം പോൾ ഹേമൻ്റെ കയ്യിൽ 2 മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ളതാണ്. അത് ഒന്ന് റോമൻ റീൻസിൻ്റെ കോളിന് വേണ്ടി ഉപയോഗിക്കുന്നതും ഒന്ന് റോക്കിനെ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതുമാണ്. റോമൻ റീൻസിനെ കോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൊബൈൽ അല്ലെങ്കിൽ ആ നമ്പർ സോളോ സിക്കോവ നശിപ്പിച്ചു കളയുന്നത് നമുക്ക് ഓൺ സ്ക്രീനിൽ കാണാൻ സാധിച്ചതാണ്. റോക്കിനെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഫോണിന് യാതൊരുവിധ കേട് പറ്റുന്നതായിട്ട് അവർ സ്റ്റോറിയോ അതുപോലെ തന്നെ ഓൺ സ്ക്രീനിലോ കാണിച്ചിട്ടില്ല. അപ്പോൾ പോൾ ഹേമൻ റോക്കുമായി ബന്ധപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി പറയാൻ പോകുന്ന ഒരു സ്റ്റോറി റോക്കും പോൾ ഹേമനും എങ്ങനെ ഒരുമിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പറഞ്ഞു വരുന്നത്, സർവൈവർ സീരീസ് വാർ ഗെയിംസിലേക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. സെത്ത് റോളിൻസോ CM പങ്കോ ഒന്നും 5ാമത്തെ മെമ്പറായിട്ട് റോമൻ റീൻസിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യുന്നില്ല. റോമൻ റീൻസിൻ്റെ OG ബ്ലഡ് ലൈനിൽ 4 പേരായിട്ട് തന്നെ സർവൈവർ സീരീസിലേക്ക് പോകുന്നു. അങ്ങനെ അവസാനം 5ാമത്തെ മെമ്പർ വരുന്ന ആ ഒരു സിറ്റുവേഷൻ മത്സരത്തിൽ ഉണ്ടാകുന്നു. അവിടെ പോൾ ഹേമൻ വരുന്നു. പോൾ ഹേമൻ വന്നിട്ട് പറയുന്നത് ഫൈനൽ ബോസായ റോക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ റോക്ക് വരുന്നു. അങ്ങനെ റോക്കും പോൾ ഹേമനും കൂടിയിട്ട് അങ്ങനെ നടന്നു വരുന്നു. റോക്ക് റിങ്ങിലേക്ക് കയറുന്നു. റോക്ക് റിങ്ങിലേക്ക് കയറി സോളോ സിക്കോവയുടെ ടീമിന് എതിരെ, അതായത് റോമൻ്റെ ടീമിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യുമെന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് റോമൻ റീൻസിൻ്റെ റോക്ക് ബോട്ടം കൊടുത്തുകൊണ്ട് ആക്രമിക്കുന്നു. ഈ അവസരത്തിൽ സോളോ സിക്കോവയുടെ നേതൃത്വത്തിലുള്ള ടീമിന് വിജയിക്കാനും സാധിക്കുന്നു. പിന്നീട് പോൾ ഹേമൻ റിങ്ങിലേക്ക് കയറിക്കൊണ്ട് താൻ ഇനി മുതൽ റോക്കിൻ്റെ കൂടെയാണ്, റോക്കാണ് തൻ്റെ ഫൈനൽ ബോസ്, റോക്ക് പറയുന്നത് പോലെയാണ് താൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ റോക്ക് പറയുന്നു, ഇനി നീ വൈസ്മാനായിട്ട് നിൽക്കേണ്ടത് പുതിയ ട്രൈബൽ ചീഫായ സോളോ സിക്കോവയുടെ ഒപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് സോളോ സിക്കോവയുടെ കൂടെ പോൾ ഹേമനെ ഇട്ടുകൊടുക്കുന്നു. അതിൽ 1-2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് സോളോ സിക്കോവ ഭാവിയിലെ താരമാണ്. അപ്പോൾ സോളോ സിക്കോവയ്ക്ക് പോൾ ഹേമനെ പോലെയുള്ള ഒരു മാനേജറിനെ കിട്ടിയാൽ അദ്ദേഹത്തിന് കിടിലൻ സ്റ്റോറി ലൈനുകൾ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് പോൾ ഹേമൻ ഇപ്പോൾ മാനേജ് ചെയ്തിട്ടുള്ള റെസ്ലേഴ്സിനെ നോക്കുകയാണെങ്കിൽ അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള സ്റ്റോറിയും ടൈറ്റിൽ റണ്ണും അങ്ങനെ എല്ലാതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുഷ് സോളോ സിക്കോവയ്ക്ക് അനിവാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുഷ് കൊടുക്കാൻ വേണ്ടി പോൾ ഹേമൻ സോളോ സിക്കോവയുടെ കൂടെ നിന്നാൽ നല്ല സ്റ്റോറിയും നല്ല മത്സരങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന്, പോൾ ഹേമൻ ഹീലായിട്ടുള്ള റെസ്ലേഴ്സിൻ്റെ കൂടെയാണ് കൂടുതലും നിന്നിട്ടുള്ളത്. അപ്പോൾ റോമൻ റീൻസ് ഒരു ഫേസ് ക്യാരക്ടറിലേക്ക് എത്തിയാൽ അദ്ദേഹത്തിന് ഒരു മാനേജറുടെ ആവശ്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പോൾ ഹേമൻ അദ്ദേഹത്തിൻ്റെ മാനേജീരിയൽ കരിയറിൽ അദ്ദേഹം കൂടുതലും ഹീൽ റെസ്ലേഴ്സിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ സോളോ സിക്കോവയുടെ കൂടെയോ ഇപ്പോൾ റോക്കിൻ്റെ കൂടെയോ നിന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. റോക്ക് ഒരു പാർട്ട് ടൈം റെസ്ലറാണ്. വല്ലപ്പോഴും മാത്രമേ ബ്ലഡിൻ്റെ സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ട് വരാൻ സാധ്യത ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ പോൾ ഹേമൻ റോക്കിൻ്റെ കൂടെ നിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല. അവിടെയും സാധ്യത കൂടുതൽ സോളോ സിക്കോവയുടെ കൂടെ പോൾ ഹേമൻ വരാനും ആ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തു പോകാനുമാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് റോക്ക് വന്നിട്ട് സോളോ സിക്കോവയുടെ കൂടെ പോൾ ഹേമനോട് നിൽക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ റോക്ക് പോൾ ഹേമനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നിലനിർത്തുന്നത് ആ ഒരു മൊബൈൽ ഫോണിലൂടെയാണ്. അപ്പോൾ റോക്കും സോളോ സിക്കോവയും പോൾ ഹേമനും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു പ്ലാൻ അവർ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് അവർക്ക് റോമൻ വേഴ്സസ് റോക്ക് സ്റ്റോറി ബിൽഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ പോൾ ഹേമൻ റോക്കിൻ്റെ കൂടെ ചേരാനും സോളോ സിക്കോവയുടെ വൈസ്മാനായി വരാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ ട്വിസ്റ്റും ടേണുകളും എങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ പങ്കുവെച്ചത്. ഇനിയും കൂടുതൽ റൂമേഴ്സ് പുറത്തേക്ക് വരുമ്പോൾ ഞാൻ പങ്കുവെക്കാം. ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റിൽ ബ്ലഡ് ലൈൻ്റെ ലീഡർ ദ റോക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ബ്ലഡ് ലൈൻ താരം
തന്നെ അത് സ്ഥിരീകരിക്കുന്നതായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ലഭിക്കുകയുണ്ടായി. ഒരു ആരാധകൻ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതായത് ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ബ്രോൺസൺ റീഡിൻ്റെ സഹായത്തോടു കൂടി OG ബ്ലഡ് ലൈനെ സോളോയുടെ ബ്ലഡ് ലൈൻ ആക്രമിച്ച് മേധാവിത്വം നേടിയതിന് ശേഷം അവർ ഇൻസ്റ്റയിൽ പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ട്, ഷോർട്സിലൊക്കെ പങ്കുവെച്ച ഒരു വീഡിയോ ഉണ്ട്. അതായത് ബ്രോൺസൺ റീഡ്, ടമാ ടോങ്ക, ജേക്കബ് ഫാറ്റു, ബാക്കി എല്ലാവരും ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് റോക്ക് കഴുത്തിന് ഇങ്ങനെ വരയുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ അദ്ദേഹത്തിൻ്റെ ഫൈനൽ ബോസ് ക്യാരക്ടറിൻ്റെ ഇടയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ ടാമ ടോങ്കയും ഇക്കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ ക്യാപ്ഷൻ എന്ന് പറയുന്നത് ബ്ലഡ് ലൈൻ്റെ ലീഡർ ദ റോക്കാണ്, അതിന് ഏറ്റവും വലിയൊരു സിമ്പിളാണ്, അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ടാമ ടോങ്ക റോക്കിനെ അനുകരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മറുപടിയും ടാമ ടോങ്ക പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ റോക്ക് ബ്ലഡ് ലൈൻ്റെ ലീഡറാണ് എന്നുള്ളൊരു നിലയിലേക്കാണ് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് പങ്കുവെക്കാനുള്ളത് നെറ്റ്ഫ്ലിക്സിലേക്ക് മാറാൻ പോകുന്ന 2025 ആദ്യ റോ എപ്പിസോഡിൽ ഏതൊക്കെ താരങ്ങളെ പ്രതീക്ഷിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് WWE ഭാഗത്തു നിന്നും നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്തു നിന്നും നമുക്കൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സൂപ്പർ താരമായ നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സ്, ബിയാങ്ക ബെലേർ, സൂപ്പർ താരമായ ജോൺ സീന, റോമൻ റെയിൻസ് തുടങ്ങിയവരെയൊക്കെ നെറ്റ്ഫ്ലിക്സിലേക്ക് പ്രീമിയർ ചെയ്യപ്പെടാൻ പോകുന്ന ആദ്യ റോ എപ്പിസോഡിൽ കൊണ്ടുവരും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിരിക്കുന്നു. റോ എപ്പിസോഡ് ഏത് ലൊക്കേഷനിൽ വെച്ചിട്ടാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. സെലിബ്രിറ്റിയായ ഒരു പാട്ടുകാരനെയും റോ എപ്പിസോഡിൽ നെറ്റ്ഫ്ലിക്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ്സും WWE കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്, അതും കൂടി പങ്കുവെക്കുന്നു. ബ്ലഡ് ലൈൻ്റെ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.